വ്യഭിചാരം അധികരിക്കും അവസാന കാലഘട്ടം എത്തുമ്പോൾ. കള്ളുകുടി പോലെ ഇന്ന് കള്ളുകുടി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ബീച്ച് റോഡുകളിലൊക്കെ പോയി നോക്ക് നിങ്ങൾ. വൈകുന്നേരം ആകുമ്പോ 10 പേര് കൂടിയിരുന്നിട്ട് പതുക്കെ അടിക്കുകയാണ്. വട്ടം കൂടിയിരുന്നു. അതിന് മാവില കടപ്പുറത്ത് പുളിമുട്ടിലാണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയി ആഹത്ത് 2 എണ്ണം അടിച്ചിട്ട് ഹാജിയാര് വലിയ ഹാജിയാരാ, അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. അതൊക്കെ റാഹത്തായിട്ട് എന്നിട്ട് വേണമെങ്കിൽ മരുവ് പള്ളിയിലും ഉണ്ടാവും. കാർട്ടർ അടിച്ചിട്ടുള്ള കിറങ്ങിയിട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അതാണ് അവസ്ഥ. ഇമാമത്ത് നിർത്തിയാൽ ഇമാമത്ത് നിൽക്കും, എന്ത് പരിപാടിയും ചെയ്യും. വേണേ വാതിന് മുമ്പ് 2 മിനിറ്റ് സംസാരിക്കണോ, അരമണിക്കൂർ വേണേ വാതും പറയും, എല്ലാം റെഡി, ഏത് കാര്യത്തിനും ഓക്കെ. അങ്ങനത്തെ അവസ്ഥയാണിന്ന്. അല്പസ്വല്പമൊക്കെ ഇത് കുടിക്കുന്നവർക്ക് പ്രശ്നമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. നഊദുബില്ലാ, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്നത്തെ തലമുറയുടെ പോക്കങ്ങോട്ടാണ്. ചെറുപ്പക്കാരുടെ അവസ്ഥ. നല്ലൊരു പയ്യനെ കിട്ടണമെങ്കിൽ എന്തുമാത്രം പ്രയാസമാണ്. നല്ലൊരു പയ്യനെ കിട്ടണം, അന്വേഷിച്ച് അവസാനം ഒരുത്തനെ കിട്ടി, അവനെ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെയും പഴയ സ്വഭാവത്തിലേക്ക്. എന്താണ് അവസ്ഥ? സഹോദരിമാരുടെ അവസ്ഥ ഏതല്ല, വിഭിന്ന. അതാ നേരത്തെ പറഞ്ഞത്, കൂട്ടുകാർ ഒന്നിച്ച് എല്ലാ തോന്നിവാസനങ്ങളും കോളേജുകളിൽ നിന്ന് ക്യാമ്പസുകളിൽ നിന്ന് പഠിച്ചിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ സൈസിനെ തന്നെ കിട്ടുന്നത്. അങ്ങനെയുണ്ടല്ലോ, വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ പറയും ഭർത്താവ് ഭയങ്കര പ്രശ്നമാണ്, നിന്നിൽ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പിഴവുള്ളത് കൊണ്ടാണ് നിനക്ക് ആ രീതിയിലുള്ളതാകുന്ന ഭർത്താവിന് ലഭിക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. അങ്ങനെയാണ്. സാലിഹായ മനുഷ്യന് സാലിഹായ പെണ്ണിനെ കിട്ടും, സാലിഹത്തായ പെണ്ണിനെ കിട്ടും, വിഷമിക്കേണ്ടതില്ല. ചിലര് വിവാഹം അടുക്കുമ്പോൾ ഭയങ്കര തഖ്വ, പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. അങ്ങനെയുണ്ട്. വിവാഹത്തിന് ഒരു 3 മാസം അതിന്റെ ആലോചന തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര നിസ്കാര, പള്ളിയിൽ ഉസ്താദിന്റെ റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല. അല്ല, കുലുക്കി സ്വർമ്മത്ത് വല്ലതും വേണേ പറഞ്ഞേനെ, വാങ്ങിച്ചേക്കാം. ഉസ്താദിനെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് അത് ആരെങ്കിലും വന്ന് കല്യാണവരെ നടത്തുമ്പോ ആള് നല്ല ഉഷാർ അസമാം എന്ന് പറയണം. അതിനിപ്പം പള്ളിക്കകത്ത് തന്നെ വന്ന് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുക. നിസ്കാരം കഴിഞ്ഞിട്ടും പോകുന്നില്ല, പള്ളിയുടെ വാതിക്കലൊക്കെ നിൽക്കുക. എല്ലാവരോടും അസ്സലാമു അലൈക്കും, സുഖനല്ലേ? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ പിന്നെ അവനെ കാണുമോ? അന്നത്തെ സുബൈക്ക് കാണുമോ? പിന്നല്ലേ ബാക്കി. നിക്കാഹിന്റെ ദിവസത്തെ നിസ്കാരം തന്നെ ഇല്ലല്ലോ മിക്കവർക്കും. നഊദുബില്ലാ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ ഈ പള്ളിയൊക്കെ ഇങ്ങനെ മനോഹരമായി പണിത് തീർത്തു. ഇനി ഈ പള്ളി ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇല്ലെങ്കിൽ ഈ കഷ്ടപ്പെട്ടവർക്കൊന്നും ഒരു കൂലി കിട്ടൂല. നിങ്ങൾ ഈ പ്രയാസം സഹിച്ചതിനൊന്നും ഒരു പ്രതിഫലവും ഇല്ലാതായി പോകും. അതിൽ നിസ്കരിക്കുന്നില്ല എങ്കിൽ പുറമെ ഇങ്ങനെ ലൈറ്റൊക്കെ കണ്ട് എല്ലാ സെൽഫിയൊക്കെ എടുത്ത് റാഹത്തായിട്ട് 10 ഫോട്ടോ ഒക്കെ ഇടും. പള്ളിയിലില്ല, സുബൈക്ക് ഒറ്റൊരുത്തനില്ല, പിന്നെ യാതൊരു പ്രയോജനമില്ല, ഫായിദയില്ല. തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടമാകും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും. പള്ളികൾ മനോഹരമാകും, പക്ഷേ നിസ്കരിക്കാൻ ആളുകളില്ലാത്ത അവസ്ഥ വരും. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞതാണ്. അതുകൊണ്ട് പള്ളികളൊക്കെ മനോഹരമാക്കി. ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ ജമാഅത്തിന്റെ പരിസരത്തുള്ളതാകുന്ന മുഴുവൻ വിശ്വാസികളും മുഅ്മിനീങ്ങളും ഇവിടെ തന്നെ വന്ന് നിസ്കരിക്കണം. ലാ സലാത്ത ലിമൻ ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി ശഫീഉനാ റസൂലുള്ളാഹി. ലാ സലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്നവന് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല, ഹബീബ് റസൂലുള്ളാഹി. അങ്ങനെയാണ്. അത് പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്നവർ ശരിക്കും ശ്രദ്ധിച്ചോ. ബാങ്ക് വിളിയൊക്കെ കറക്റ്റ് ആയിട്ട് ചെവിയിൽ എത്തുന്നുണ്ടെങ്കിൽ എവിടെ വരണം? പള്ളിയിൽ കറക്റ്റ് വന്നിരിക്കണം. നബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ, ഞങ്ങൾക്കിതാ പള്ളിയുടെ അടുത്ത് മനോഹരമായ വീട് വാങ്ങാൻ കൊതിയുണ്ട് റസൂലേ. ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ദൂരെയാണ്. വളരെ വിദൂരത്താണ് പള്ളി. മദീന പള്ളിയിൽ നിന്ന് വളരെ വിദൂരത്താണ്. ഞങ്ങൾക്ക് പള്ളിയുടെ അടുത്ത് സ്ഥലം കിട്ടാനുണ്ട്, ഞങ്ങൾ അത് വാങ്ങട്ടെ. മദീന പള്ളിയുടെ അടുക്കലാണ് ഈ ചോദിക്കുന്നത്. അന്ന് ചോദിക്കാൻ നബിയുടെ കാലത്ത് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എടുക്കണ്ട,
കാരണം നിങ്ങൾ ബാങ്ക് വിളി കേട്ടില്ലെങ്കിൽ പോലും പള്ളിയിൽ കറക്റ്റ് വരുന്ന വ്യക്തിയാണ്. അവിടെ നിങ്ങോട്ട് നടക്കുന്ന ഓരോ ചവിട്ടടിക്കും നിങ്ങൾക്ക് ഒരൊറ്റ ചവിട്ടടി വെക്കുമ്പോ പാപം പുറത്തു തരും. അടുത്ത ചവിട്ടടിക്ക് സ്വർഗത്തിലേക്കുള്ള പദവി ഉയർത്തുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. മാഷാ അല്ലാഹ്. നമ്മൾ വാഹനത്തിലാണെങ്കിലും 2 കിലോമീറ്റർ അപ്പുറത്തുനിന്നാണെങ്കിലും പള്ളിയിലേക്കുള്ള യാത്ര വാഹനത്തിലാണ് വരുന്നത്, സ്കൂട്ടറിലാണ്, ബൈക്കിലാണ്, കാറിലാണ്. പക്ഷെ ചവിട്ടടിയുടെ കണക്കാണ് നമ്മളെ കണക്കാക്കുക. അങ്ങനെയാണ് മസാല. ഈ കാറിൽ വന്ന കുഴപ്പമൊന്നുമില്ല നിന്റെ സൗകര്യപ്രകാരം. പക്ഷേ ചവിട്ടടിയുടെ എണ്ണമാണ് കണക്കാക്കുക. അവിടെ നിങ്ങോട്ട് എത്ര കാൽപാദത്തിന്റെ വെപ്പുണ്ടെന്ന് നോക്കും മലക്കുകൾ. അതിങ്ങനെ കണക്കെടുക്കും. ഒരു ചവിട്ടടി വെക്കുമ്പോ സ്വർഗത്തിലേക്കുള്ള പദവി ഉയരും. അടുത്ത ചവിട്ടടി വെക്കുമ്പോ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. സയ്യിദുനാ റസൂലുള്ളാഹി. അതിന് പള്ളി വന്നാലുള്ള ഗുണം. അതുകൊണ്ട് മക്കളെയൊക്കെ റമദാൻ വരാൻ സഹോദരിമാരോടാണ് ഈ പറയുന്നത്, പള്ളിയിലേക്ക് പുരുഷന്മാരെയൊക്കെ പറഞ്ഞു വിടണം. ഇത് നോമ്പ് തുറക്കാൻ മാത്രം പറഞ്ഞു വിടും. എന്നിട്ട് ഉമ്മാക്ക് 2 സമൂസായും കൂടെ എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ റാഹത്തായിരുന്നു. ഉമ്മക്ക് കൂടെ നോമ്പ് തുറക്കാനെന്ന് മോന്റെ ചെവി പറഞ്ഞു. മോൻ അവിടെ പോയിട്ട് 2 സമൂസ ഉമ്മാക്കളെ അടിച്ചോണ്ട് വരിക. അങ്ങനെയൊന്നും വേണ്ട. എന്ത് മതി? പള്ളിയിലേക്ക് പറഞ്ഞു വിട്ട് അവനെ നിസ്കരിപ്പിക്കുക. അതാണ് മെയിൻ. വൈകിട്ടത്തെ നോമ്പ് തുറ മാത്രമല്ല, ബാക്കിയുണ്ട് നിസ്കാരം. സുബഹിയുണ്ട്, ളുഹറുണ്ട്, അസറുണ്ട്, ഇശാ ഉണ്ട്, തറാവീഹ് നിസ്കാരമുണ്ട്. ഇതിലൊക്കെ മക്കളെ ഭാഗവാക്കാക്കണം. മക്കളെ ഭാഗവാക്കാകും വേണം. പള്ളി വന്നിട്ട് ചില മക്കളുണ്ട് ഇങ്ങനെ പൈപ്പിന്റെ കരയിൽ ഇങ്ങനെ കുറെ ഉണ്ട് ഇങ്ങനെ കറങ്ങി നിൽക്കും. തറാവീഹ് നിസ്കരിക്കാൻ വരുന്ന ഓരോരുത്തരും നിസ്കരിക്കാൻ തന്നെ വരുമ്പോ തന്നെ ആദ്യം നോക്കുന്നത് അലന്തറ ഗീഫ് മുതൽ താഴോട്ട് ഓതുന്ന ഉസ്താദുമാർ എവിടെയുണ്ട്, ഏത് പള്ളിയുണ്ടെന്നാണ് നോക്കുന്നത്. അവിടെ പോകുള്ളൂ. അത് തന്നെ നല്ല സ്പീഡിൽ 20 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന ഉസ്താദാണെങ്കിൽ ഉസ്താദിനൊരു ഷവർമ വാങ്ങിച്ചു കൊടുത്ത് അവിടെ തന്നെ പോകും. അതാണ് അവൻ ഒന്നുകൂടി ഇഷ്ടം. വളരെ സ്പീഡിൽ തീർക്കുന്ന ഉസ്താദാണെങ്കിൽ റാഹത്ത് തമാം അല്ലേ? അതിനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അന്വേഷണം തുടങ്ങാൻ, എവിടെയാണ് എത്രയും വേഗം തീർക്കുന്നത്. അപ്പൊ പറഞ്ഞ് ഇന്നടുത്തുണ്ട്, ഇന്ന സ്ഥലത്തുണ്ട്. എന്നാ പിന്നെ ഇവിടുന്ന് പയ്യന്നൂരാണെങ്കിലും പോയാൽ കുഴപ്പമില്ല. ബൈക്ക് കത്തിച്ച് ഇവിടുന്ന് 8 മണിക്ക് ബൈക്ക് കത്തിച്ച് ഇവൻ അവിടെ എത്തുമ്പോഴത്തേക്ക് 10 റക്അത്ത് കഴിഞ്ഞ്. അതാണ് ഇവന്റെ ഉദ്ദേശവും. പിന്നെ അവിടെ പോയി ആ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് തുപ്പാൻ വേണ്ടി ഇറങ്ങി വന്നിട്ട് പിന്നെ 2 റക്അത്തോടെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കയറുള്ളൂ. ഇതൊക്കെയല്ലേ കാണിക്കുന്നത് നമ്മുടെ നിസ്കാരത്തിന്റെ രീതികളാണ്. നമുക്കൊന്നും എവിടെയാണ് ഇഖ്ലാസ്? നമ്മുടെ പ്രവർത്തന മേഖല എങ്ങനെയാണ്? റമദാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്താണ് നമ്മൾ നിസ്കരിക്കുന്നത്? നമ്മുടെ നിസ്കാരം കൊണ്ട് നമ്മൾ എന്താ നേടിയത്? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരൊരുവൻ പരിശുദ്ധമാക്കപ്പെട്ട തറാവീഹ് നമസ്കാരം കൃത്യമായി നിർവഹിച്ചോ, വിശ്വാസം പൂർണ്ണമായി നിലകൊണ്ടുകൊണ്ട് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് തറാവീഹ് നമസ്കാരം കൃത്യമായി നിർവഹിച്ചോ, പരിശുദ്ധമായ റമദാനിൽ ആ നമസ്കാരം ശ്രദ്ധ പതിപ്പിച്ചോ, റമദാനിലുള്ള നിസ്കാരം കൊണ്ട് അവന്റെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള എല്ലാ മുൻ പാപങ്ങളും ചെറുപാപങ്ങളും അല്ലാഹു പുറത്തു നൽകുന്ന അമലാ തറാവീഹ് നമസ്കാരമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിസ്സാരമായി കാണുക, ഭയങ്കര ശ്രേഷ്ഠതയാണ്. അതുകൊണ്ടാണ് 20 റക്അത്ത് തറാവീഹ് നമസ്കാരം മുടങ്ങാതെ കൃത്യമായി പുരുഷന്മാരെ പള്ളിയിൽ നിസ്കരിക്കണം, വീട്ടിൽ സഹോദരിമാരെ നിർവഹിക്കണം. കൂലി പ്രതീക്ഷിച്ച് വിശ്വാസം അർപ്പിച്ച് ആരെങ്കിലും അത് നിർവഹിച്ചാൽ മുൻ കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ ചെറുപാപങ്ങളും പൊറുക്കും എന്ന് ഹബീബ് റസൂലുള്ളാഹി. നബി തങ്ങളുടെ വാക്കാണ്. അതിൽ വിശ്വാസമുള്ളവർ മുഅ്മിനീങ്ങളാണ്. അതുകൊണ്ട് വിട്ടുപോകാൻ പാടില്ല. റമദാനിൽ നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്നവരാകണം. ഫർള് നിസ്കരിക്കാത്തവരെന്തായാലും ഈ കൂട്ടത്തിലില്ല, എല്ലാവരും നിസ്കരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ മാത്രമൊന്നുമല്ല, അതിപ്പോ തൃക്കരിപ്പൂര് നമ്മുടെ മഹല്ലി മാത്രമൊന്നുമല്ല, ലോകത്തുള്ള എല്ലാവരും നിസ്കരിക്കുന്നതാണ് ഫർള്. അതിൽ കൂട്ടുന്നതിലാണ് റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യത. അതിന് മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ, അതിനാണ് റവാത്തിബ് സുന്നത്ത് എന്ന് പറയുക. ആ റവാത്തിബ് സുന്നത്തുകൾ, ളുഹാ നമസ്കാരം,
മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ ഉള്ള അവ്വാബീൻ നിസ്കാരം, രാത്രി എഴുന്നേറ്റ് ഉറക്കത്തിൽ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം, അങ്ങനെ നിന്നെ കൊണ്ട് സാധിക്കുന്ന നിസ്കാരങ്ങൾ, വിത്ർ നമസ്കാരം, അത് ഏറ്റവും ചുരുങ്ങിയത് 3 റക്അത്തെങ്കിലും നിസ്കരിക്കുന്ന ശീലം, ഖുർആൻ ഓതുന്ന ശീലം, അങ്ങനെ നിന്നെ കൊണ്ട് എത്രത്തോളം കൂട്ടി അമൽ ചെയ്യാൻ പറ്റുമോ അപ്പോഴേ സ്വീകാര്യത ഉണ്ടാവുള്ളൂ അള്ളാഹുവിന്റെ അടുക്കൽ. അവിടെയാണ് നമ്മൾ രക്ഷപ്പെടുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ റമളാൻ സമാഗതമാകുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിൽ അനിവാര്യമാകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമൽ അത് തൗബയാണ്, തൗബയാണ്. റമളാനിന് മുമ്പ് നല്ല തൗബ വേണം, നസൂഹായ തൗബ. നസൂഹായ തൗബ വേണം, എങ്കിലേ വൻപാപങ്ങൾ പുറത്തു തരുകയുള്ളൂ. തറാവീഹ് നിസ്കാരം കൊണ്ട് ഏത് പാപം പൊറുക്കും? ഏത് പാപം പൊറുക്കും? ചെറുപാപങ്ങൾ. നോമ്പ് കൊണ്ടും അങ്ങനെ തന്നെയാണ്, ചെറുപാപങ്ങൾ പൊറുക്കും. ഹദീസാണ്, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പരിശുദ്ധമായ റമളാനിൽ നോമ്പ് പിടിച്ചാൽ വിശ്വാസത്തോടുകൂടിയും പ്രതിഫലിച്ചോടുകൂടിയും ആരൊരുവൻ റമളാനിലെ നോമ്പ് അനുഷ്ഠിക്കുന്നു അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പവന്റെ ജീവിതത്തിൽ ചെയ്തുപോയിട്ടുള്ള എല്ലാ ചെറുപാപങ്ങളും പുറത്തു കൊടുക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചെറുപാപങ്ങൾ പൊറുപ്പിക്കാൻ നോമ്പ് കൊണ്ടും പറ്റും, പരിശുദ്ധമായ തറാവീഹ് നിസ്കാരം കൊണ്ടും പറ്റും. വൻപാപങ്ങൾ, വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ കള്ളുകുടിക്കുക, വ്യഭിചരിക്കുക, പലിശയുമായി ബന്ധപ്പെടുക, ഇത് മാത്രല്ല 7 വൻപാപങ്ങളുണ്ട്. സബഉൽ മുബിഖാത്ത്, അത് മാത്രല്ല. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു സവാജിർ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം എത്രയാണ് വിശദീകരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മിനൽ കബായിരി ബുകാഉൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കൽ, അവരെ കരയിക്കൽ വൻ പാപത്തിന്റെ ലിസ്റ്റിൽ പെട്ടതാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. മാതാപിതാക്കളുടെ കണ്ണുനീര്, നിന്നെ ഓർത്തിട്ടുണ്ടായ കണ്ണുനീരാണെങ്കിൽ മകനിലൂടെ അല്ലെങ്കിൽ മകളിലൂടെയോ ഉമ്മ കരഞ്ഞാൽ, ഉപ്പ കരഞ്ഞാൽ അതിലൂടെ ഉണ്ടാവുന്നത് വൻ പാപത്തിന്റെ കരച്ചിലാണ്, വൻ പാപത്തിന്റെ ലിസ്റ്റിലാണ് അത് ഉൾപ്പെടുക എന്ന് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ല, നമ്മൾ മനസ്സിലാക്കിയതുപോലെ കള്ളു കുടിച്ചിട്ടില്ല ഉസ്താദ്, നമ്മളാരും വ്യഭിചരിച്ചിട്ടില്ല, നമ്മളാരും പരീക്ഷയായിട്ട് ബന്ധമില്ല, അതൊക്കെയാണല്ലോ. അല്ലെങ്കിൽ കൊലപാതകം, അല്ലെങ്കിൽ സിഹർ നെയ്യൽ, അല്ലെങ്കിൽ ശിർക്ക് പ്രവർത്തിക്കൽ, അതൊക്കെയാണ് വൻപാപങ്ങളായിട്ട് കാണുന്നത്. നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കരുത്. വൻപാപങ്ങൾ അത് മാത്രമല്ല, അത് വൻപാപങ്ങളുടെ ലിസ്റ്റിൽ 7 എണ്ണത്തെ റസൂലുള്ള എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വൻപാപങ്ങളുടെ ലിസ്റ്റ് ധാരാളമാണ്. ആ വൻപാപങ്ങളെല്ലാം പുറക്കാൻ എന്ത് വേണം? ശരിക്കും നസൂഹായ തൗബ. നസൂഹായ തൗബ എങ്ങനെയാണത്? ഉത്ലുബ മതാബൻ ബിന്നദാമതി മുഖലിആ വബിഅസ്മി തർകി ദംബി ഫീമസ്തഖബലാ وبراءة من كل حق الآدمي ولهذه الأركان فرعا وكملا. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? ഉത്ലുബു മതാബൻ ബിന്നദാമതി മുഖലിആ. മഹാന്മാര് പഠിപ്പിക്കുന്നു 4 നിബന്ധനകൾ വരണം തൗബയ്ക്ക്. തൗബയ്ക്കുള്ളത് 4 ഷർത്തുകളാണ്. അത് ചെയ്തെങ്കിൽ മാത്രമേ തൗബ പൂർത്തിയാവുള്ളൂ. അതിനാണ് നസൂഹായ തൗബ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമതായി ആദ്യമായി വേണ്ടത് അന്നദം, ഖേദമാണ്. ചെയ്ത തെറ്റിനെ ഓർത്തുള്ള ഖേദം. ഉദാഹരണം, കള്ളു കുടിച്ചു, ഇല്ലെങ്കിൽ വിചാരിച്ചു. വിചാരം എന്ന് പറഞ്ഞാൽ ശാരീരികമായ ബന്ധപ്പെടൽ മാത്രമല്ലല്ലോ, അന്യ പെണ്ണുമായിട്ടുള്ളതാകുന്ന മോശമായ സംസാരം. അവളെ പ്രണയിക്കാൻ വേണ്ടി നിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ്, ഹൃദയത്തിന്റെ വിചാരമാണ്. സംസാരിക്കുന്നത് നിന്റെ നാവിന്റെ വിചാരമാണ്. അവമായിട്ടുള്ളതാകുന്ന കാഴ്ച കണ്ണിന്റെ വിചാരമാണ്. അവളുടേതാകുന്ന സംസാരങ്ങൾ കേട്ടുകൊടുക്കൽ കാതിന്റെ വിചാരമാണ്. അവളെ പിടിക്കൽ കൈയുടെ വിചാരമാണ്. ഹറാമായ തലത്തിലേക്ക് നീ കാല് വെച്ച് നടക്കൽ കാലിന്റെ വിചാരമാണ്. അപ്പൊ ഓരോ അവയവങ്ങൾക്കും വിചാരമുണ്ട്. ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല.
അപ്പൊ ഇതെല്ലാം പൊറുക്കപ്പെടാൻ ഒറ്റ പണിയേ ഉള്ളൂ. എന്താ വേണ്ടത്? അന്നതം, ഖേദം വേണം. ഒന്നാമതായി നമുക്ക് വേണ്ടതാണ് ചെയ്തു പോയി പടച്ചറബെ തെറ്റ് വന്നുപോയി എന്ന ഓർമ്മ. ആ ഒരു ഖേദം വേണം. നല്ല ഖേദം വരണം, ദുഃഖമുണ്ടായിരിക്കണം. തീർന്നില്ല, മുഖ്ലിഅൻ, ആ ചെയ്തതാകുന്ന തെറ്റിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു നിൽക്കണം. ഇത് തെറ്റ് ചെയ്ത് പൊറുക്കലിനെ തേടി രാവിലെ നേരം വിളിക്കുമ്പോ വീണ്ടും ക്വാർട്ടർ അടിച്ചിട്ട് വീണ്ടും വൈകിട്ട് വന്നിട്ട് തൗബ, ആ പരിപാടി നടക്കും. 27-ാം രാവിലെ ചിലര് തൗബ ചെയ്യും. പിറ്റേ ദിവസം 28-ന്റെ അന്ന് രാവിലെ എന്ത് ചെയ്യാൻ? ആറാട്ട് കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ. ആറാടുകയാണ്. നേരെ നെൽ വെക്കുന്നതിന് മുമ്പ് തന്നെ മുമ്പൊക്കെ ബുക്ക് ചെയ്യും. ആ പരിപാടി പറ്റൂല. തിയേറ്ററിൽ വിളിച്ചിട്ടല്ലേ ഫാമിലി മൊത്തത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് തിയേറ്ററിൽ 6 ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. അതാണ് തൗബ. അത് തൗബയല്ല. രാത്രി ഭയങ്കര കരച്ചിലായിരുന്നു. ആജിയാര് ഭയങ്കര കരച്ചിൽ. പഠിച്ചവനെ പൊറുക്കണേ അല്ലാഹുവേ, ഭയങ്കര മുറിച്ചിട്ടായിരുന്നു. സണ്ണിയിൽ എന്റെ വീഡിയോ കണ്ടുപോയി, പഠിച്ചവനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. നേരം വെളുത്തപ്പോഴത്തേക്ക് ഇതൊന്നുമില്ല. എല്ലാ പരിപാടിയും അവസാനിപ്പിച്ച് രാവിലെ പിന്നെയും തുടങ്ങാം പുതിയ പരിപാടി, ബുക്കിംഗ്. അങ്ങനെ നടത്തുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ. അത് തൗബയല്ല. അതാണ് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ വലിയ കരച്ചിലിന്റെ അഖിലുകാരാണ്. റമളാനിൽ കരയാറുണ്ട്, അല്ലാത്തപ്പോഴും കരയാൻ പറഞ്ഞാൽ എപ്പോ ആണെങ്കിലും ഇരുന്ന് കരയും. ഈ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറിയോട്ടോ വീണ്ടും തെറ്റിലേക്ക് പോവാൻ, വീണ്ടും ഫോൺ വിളി, വീണ്ടും അനാവശ്യമായ സംസാരങ്ങൾ, വീഡിയോ ചാറ്റിംഗ്. അതാണ് അപകടം. അതുകൊണ്ട് മുഖ്ലിഅൻ എന്ന് പറഞ്ഞാൽ പാടെ പിഴുതെറിയുകയാണ്. ഒരു വൃക്ഷം അതിന്റെ പരിപൂർണമായി വേരോടുകൂടി പിഴുതെറിയുന്നതിനാണ് മുഖ്ലിഅൻ എന്ന പദപ്രയോഗം പറയാം. എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും അത് ഉണ്ടാവൂല എന്നുള്ള നിലയ്ക്ക് അത് പരിപൂർണമായി ഒഴിവാക്കും. മൂന്നാമത്തത് എന്തെന്നറിയോ? ഇനി ഒരിക്കലും ആ തെറ്റ് തിരിച്ചു ചെയ്യൂല എന്നുള്ള ദൃഢനിശ്ചയം വേണം. രണ്ടാമത്തത് ഒഴിവാക്കലാണ്. മൂന്നാമത്തത് എന്താണ്? ഇനി ഒരിക്കലും ഞാനത് ചെയ്യൂല റബ്ബേ എന്നുള്ള ദൃഢനിശ്ചയം. അതാണ് ദൃഢനിശ്ചയം. ഇനി ഒരിക്കലും ഞാൻ ചെയ്യൂല, ഇനി ഒരിക്കലും ഞാൻ കള്ളു കുടിക്കൂല, ഇനി ഒരിക്കലും ഞാൻ എന്റെ ജീവിതത്തിൽ വിചരിക്കില്ല എന്ന രീതിക്കുള്ള ഒരു ദൃഢനിശ്ചയം യഖീനോടുകൂടി വേണം. ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നസൂഹായ തൗബയായി തീരുകയുള്ളൂ, ഏത് തെറ്റ് ചെയ്താലും. എന്നാൽ 4-മത്തെ ഒരെണ്ണമുണ്ട്. അതാണ് ഇന്നത്തെ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാത്തത്. ഏത്? മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകളാണെങ്കിൽ അത് പരിപൂർണമായി പൂർത്തീകരിച്ചിരിക്കണം. ഒരാളുടെ ആരെങ്കിലും 10 പേരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അനാവശ്യം പറഞ്ഞു, എന്നിട്ട് പടച്ചവനോട് പറയാ, പടച്ചവനെ ഞാൻ അവനെ പള്ളിയുടെ മുന്നിൽ വെച്ച് ചീത്ത വിളിച്ചായിരുന്നു, നീ പുറത്തു തരണേ. അള്ളാഹ് പുറത്തു തരില്ല. അത് അയാളെ കണ്ട് മാപ്പി ചോദിക്കണം. 10 ആളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നീ അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ കണ്ട് മാപ്പി ചോദിക്കണം. എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ വന്നുപോയി, അന്ന് സാഹചര്യം അതായിരുന്നു, പൊരുത്തപ്പെട്ട് തരില്ലേ എന്ന് നീ ചോദിക്കണം. പൊരുത്തപ്പെടാതിരിക്കത് വേറെ, പൊരുത്തപ്പെടിക്കലാണ് വേണ്ടത്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. പൊരുത്തപ്പെടിക്കണം അയാളെ കണ്ട്, ഇല്ലെങ്കിൽ ആഖിറത്തിൽ ഖേദിക്കും, വലിയ ഖേദമുണ്ടാവും. മാത്രമല്ല ചില ആളുകളുണ്ട് കടം വാങ്ങി വെക്കും, ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി വെക്കും. ആദ്യം ഒരു 5000 ചോദിക്കും, സാമ്പിൾ വെടിക്കെട്ടാണത്. അത് ചോദിക്കുമ്പോഴേ മനസ്സിലായിക്കോണം ഇത് ഇടങ്ങേറിനുള്ള പരിപാടിയാണ്. ആ 5000 കറക്റ്റ് സമയം നാളെ ഉച്ചയ്ക്ക് കൊണ്ട് തന്നേക്കാണ്. രക്ഷപ്പെട്ടു. രാവിലെ 10 മണിക്ക് തന്നെ, ഉച്ചയ്ക്ക് പറഞ്ഞവൻ 10 മണിക്ക് തന്നെ പൈസ തിരിച്ചു കൊണ്ടുതരും. അപ്പൊ നമ്മൾ ഓർക്കും അൽഹംദുലില്ലാഹ് ആള് നല്ല പക്കാണല്ലോ. രണ്ടാമത്തെ ചോദ്യം 5 ലക്ഷമാണ്. കാക്ക പരിന്തുകാരി കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. എപ്പോ വരും? അത് അടുത്ത ദിവസം തന്നേക്കാം, നീ പറഞ്ഞ ഡേറ്റിൽ 30-ാം തീയതി തന്നേക്കാം. അല്ലാഹ് രക്ഷപ്പെട്ടു. 5 ലക്ഷം രൂപ കൊടുത്ത്. പിന്നെ അല്ല ഫോൺ വിളിച്ച ഇവനില്ല, വാട്സാപ്പിൽ ആളെപ്പോഴും ഓൺലൈനിൽ കാണുന്നുണ്ട്, മെസ്സേജ് അയച്ചിട്ട് നോക്കുന്നുണ്ടോന്ന് അറിയാൻ വരാം, നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. ഈ ഒരവസ്ഥ. സാമ്പത്തികമാകുന്ന വിഷയങ്ങളിൽ പിറകോട്ട് നിൽക്കുക, മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകൾ ശ്രദ്ധിക്കാതെ വരിക. ഇതിന്ന് സമൂഹത്തിൽ വലിയ ശതമാനം ആളുകളിലുണ്ട്, വലിയ ശതമാനം. പരമാവധി നമുക്ക് ജീവിതത്തിൽ കടമില്ലാതെ പോകണം, അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കടം വാങ്ങുകയേ ചെയ്യരുത്. എന്ത് വിഷയത്തിലായിരുന്നാലും ലോൺ എടുത്ത് കടം വെച്ചിട്ടുള്ള ഒരു പരിപാടി നമുക്ക് വേണ്ട. പലിശയുമായി ബന്ധപ്പെട്ടത് തീരെ വേണ്ട. എന്നാൽ ഒരാൾ അത്യാവശ്യം കടം വാങ്ങാം, അത് വാങ്ങാതെ തന്നെ ബിസിനസ് ചെയ്യണം.
അത് വാങ്ങാതെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. എന്തുകൊണ്ട്? കടമുള്ളവന്റെ മേലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചില്ല എന്നുള്ളത് കാര്യം ചരിത്രമാണ്. നിസ്കരിച്ചിട്ടേയില്ല കടമുള്ളവരുടെ മേൽ. വേറെ എന്താണെങ്കിലും നബി തങ്ങൾ സഹിക്കും. കാരണം അത് മനുഷ്യരുമായിട്ടുള്ള ഇടപെടലാണ്, ജനങ്ങളുമായിട്ടുള്ളതാകുന്ന ബന്ധമാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹുവിനെ പൊറുക്കൽ കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അല്ലാഹു പുറത്തു കൊടുക്കും. പക്ഷെ അത് ആ മനുഷ്യന് കടം കൊടുത്തിട്ടുള്ളതാകുന്ന മനുഷ്യനോട് കാണിക്കുന്ന നീതികേടാണ്. അല്ലാഹു നീതിമാനല്ലേ, നീതിപൂർവ്വം പ്രവർത്തിക്കണ്ടേ. അതുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ കടമുള്ള വ്യക്തികളുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചിരുന്നില്ല. ഹദീസിൽ കാണാം. നോക്കണേ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഏത് ജനാസ കൊണ്ടുവന്നാലും റസൂലുള്ളാഹി ചോദിക്കുമത്രേ, ഹൽ അലാ സാഹിബുക്കും ദൈനുൻ, നിങ്ങളുടെ ഈ കൂട്ടുകാരന് കടമുണ്ടോ? കടമുണ്ടോ സഹാബാ? സഹാബത്ത് പറയുകയാണ്, നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ, ഉണ്ട് നബിയേ എന്ന് പറഞ്ഞാൽ ആദരവായ പ്രവാചകൻ പിറകോട്ട് വലിയവയാണ്. നബി തങ്ങൾ പറയുമത്രേ, സല്ലു അലാ സാഹിബിക്കും ഫഇന്നി ലാ ഉസല്ലി അലൈഹി, നിങ്ങളുടെ കൂട്ടുകാരന്റെ മേൽ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണേ, ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇന്ന് എത്രയോ ആളുകളാണ് മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്. പള്ളിയിൽ വെച്ച് ഒന്നില്ലെങ്കിൽ ഖതീബിനെ കൊണ്ട്, ഖാദിയാരെ കൊണ്ട് വിളിച്ചു പറയിക്കും, അല്ലെങ്കിൽ മൈക്കെടുത്ത് വെച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്. ഈ മയ്യത്തിന്റെ മേലുള്ളതാകുന്ന ലക്ഷക്കണക്ക് രൂപയുടെ ബാധ്യത മുഴുവനും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. സഹോദര സഹോദരി, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഇത് നിസ്സാരമായ കാര്യമല്ല, വലിയൊരു അമാനത്താണ് നീ ഏറ്റെടുക്കുന്നത്, വലിയൊരു അമാനത്താണ്, അമാനത്താണ്. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അമാനത്ത് മറ്റൊരാളുടെ നീ ഏറ്റെടുത്താൽ അത് പരിപൂർണമായി നിർവഹിക്കണേ. നിർബന്ധമാണ്, നിർബന്ധമാണ്. എത്രയോ ആളുകളാണ് മരിച്ചു കിടക്കുന്ന വാപ്പയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ, ജനാസക്ക് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പള്ളിയിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയാണ്, ഇദ്ദേഹം പൈസ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തു, ഞാൻ ഏറ്റെടുത്തു. വലിയ കാര്യമായി സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറയുന്ന ചെറുപ്പക്കാരാ, നിസ്സാരമായി കാണരുത്. വലിയ ബാധ്യതയാണ് നിന്റെ തലയിലേക്ക് എടുത്തു വെക്കുന്നത്. ആ മയ്യത്തിൻ്റെതാകുന്ന ജനാസയുടെ ലക്ഷക്കണക്കിന് രൂപയുടേതാകുന്ന സമ്പാദ്യം മുഴുവനും നീ കൊടുത്തു തീർത്തിട്ടില്ല എങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹി നാളെ ആഖിറത്തിൽ നീ ഖേദിക്കേണ്ടി വരുമേ, വലിയ ഖേദമുണ്ടാകുമേ. തീർച്ചയാണ്, തീർച്ചയാണ്. എത്രയോ ആളുകൾ അത്തരത്തിൽ ഏറ്റെടുക്കുന്നവരുണ്ട്. പണം പിന്നീട് ചോദിക്കുമ്പോൾ അവന് തിരിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. എന്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിറകോട്ട് മാറി നിൽക്കുകയാണ്. ആളുകൾക്ക് മുന്നിൽ ആളാവാന്, ജനങ്ങൾക്ക് മുന്നിൽ ജനാസ വെച്ചുകൊണ്ട് വലിയ സമ്പന്നത കാണിക്കാൻ ഇത്തരത്തിൽ മെനക്കെടുന്നതാകുന്ന ആളുകളില്ലേ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രവാസി സുഹൃത്തുക്കളടക്കം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇത്തരത്തിലുള്ള ഓഫറുകളുടെ പെരുമരകൾ പറഞ്ഞിട്ട് ആളുകൾ പിന്നീട് കടം കൊടുത്ത ആളുകൾ വന്നുകൊണ്ട് ബന്ധപ്പെടുമ്പോ എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിറകോട്ട് വലിയരുതേ. കാരണം നിസ്സാരമായ വിഷയമല്ല, വലിയ ശിക്ഷയാണ്, ശിക്ഷയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ജനാസ കൊണ്ടുവരപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ ചോദിക്കാറുള്ളത് പോലെ ആ ജനാസയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇമാമത്ത് നിർവഹിക്കുന്നതിന് മുമ്പ് ചോദിക്കുകയാണ്, ഹൽ അലാ സാഹിബിക്കും ദൈനുൻ യാ സ്വഹാബാ. സ്വഹാബത്തെ, സ്വഹാബത്തെ, ഈ മനുഷ്യൻ എന്തെങ്കിലും കടം ബാക്കി വെച്ചിരുന്നോ? ആർക്കെങ്കിലും സാമ്പത്തികമായി എന്തെങ്കിലും കൊടുക്കാനുണ്ടായിരുന്നോ? സ്വഹാബത്ത് മൗനം അവലംബിക്കുകയാ. 10,000 കണക്കിന് സ്വഹാബത്ത് മൗനം
മൗനം അവലംബിച്ച് നിലകൊള്ളുമ്പോ റസൂലുള്ളാഹി വീണ്ടും ചോദിക്കുകയാണ്, ഹൽ അലാ സാഹിബിക്കും ദൈനുൻ, ഈ കൂട്ടുകാരന്റെ മേൽ വല്ല ബാധ്യതയും ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ സ്വഹാബ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പണം നൽകാനുണ്ടായിരുന്നോ എന്ന് പരിശുദ്ധ പ്രവാചകർ ചോദിക്കുമ്പോ അതാ ബാക്ക് സൈഡിൽ നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേൽക്കുകയാണ്. നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ, ഉണ്ട് റസൂലേ, ദിർഹമാനി ദിർഹമാനി യാ ഹബീബല്ലാഹ്, 2 ദിർഹം നൽകാനുണ്ട് റസൂലേ, 2 ദിർഹം നൽകാനുണ്ട്. നിലകൊള്ളുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, സൗദിയിലും കുവൈറ്റിലും ബഹ്റൈനിലും ഒമാനിലും ഒക്കെ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, മുസ്ലിമീങ്ങളാകുന്ന സോരങ്ങളെ, കേരളക്കരയിൽ നിന്ന് പ്രവാസ ലോകത്തേക്ക് പോയി കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട പ്രവാസ സുഹൃത്തുക്കളെ, പഠിച്ചു വെക്കുന്ന പാഠമാണ്. പ്രവാചകനോട് അനുയായി പറയുകയാണ്, ഈ മനുഷ്യന് 2 ദിർഹം നൽകാനുണ്ട് റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പിറകോട്ട് വലിയുകയാണ്. റസൂലുള്ളാഹി പറയുകയാണ്, സ്വഹാബാ സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന്റെ മേൽ നിസ്കരിക്കുക. ഫഇന്നി ലാ ഉസല്ലി അലൈഹി, ഞാൻ ഇവന്റെ മേൽ നിസ്കരിക്കാനില്ല. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രവാചകന്റെ അനുയായികളിൽപ്പെട്ട ഒരു പാവപ്പെട്ട സഹാബി മരണപ്പെട്ടു പോയിട്ട് അദ്ദേഹത്തിന്റെ ജനാസ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, 2 രൂപ ദിർഹം കടമുണ്ടെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി മാറി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മാറി നിൽക്കുകയാണ്. നിങ്ങൾ നിസ്കരിച്ചോ സ്വഹാബ? അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കാത്ത ജനാസ സ്വഹാബത്ത് തുടരുമോ? റസൂലുള്ളാഹി നിസ്കരിക്കാത്തതാകുന്ന ജനാസയ്ക്ക് ആരാണ് പിന്നീട് ഇമാമത്ത് നിൽക്കുക? എല്ലാവരും പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. എല്ലാവരും ദുഃഖിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ അതാ ഒരു അനുയായി കൈ ഉയർത്തിയിട്ട് ചോദിക്കുകയാണ്, നബിയേ, നബിയേ, ആ 2 ദിർഹം ഞാനങ്ങ് കൊടുത്താൽ മതിയോ? 2 ദിർഹം ഞാൻ കൊടുത്താൽ ഈ മനുഷ്യന് പ്രയാസമില്ലാതെ റാഹത്തായി തങ്ങളെ മയ്യത്ത് നിസ്കരിക്കുമോ റസൂലേ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മരതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ചതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പറയുക, നിസ്കരിക്കാം ഞാൻ, പക്ഷേ നീ കൊടുക്കുമെന്ന് ഉറപ്പാണോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, നീ കൊടുക്കുമെന്ന് ഉറപ്പാണോ? 2 ദിർഹമിന്റെ വിഷയമാണ്, നീ കൊടുക്കുമോ? ഉറപ്പാണോ? ഉറപ്പാണോ? ആ മനുഷ്യൻ പറഞ്ഞു, നബിയേ, നബിയേ, ഞാൻ കൊടുക്കാം റസൂലേ, ഇപ്പോൾ എന്റെ കയ്യിലില്ല, ഇപ്പോൾ എന്റെ കയ്യിലില്ല, നാളെ ഞാൻ ജോലി ചെയ്ത് അധ്വാനിച്ചിട്ട് കൊടുക്കാം റസൂലേ. നോക്കൂ നിങ്ങൾ, സ്വഹാബത്തിന്റെ പട്ടിണിയുടെ അവസ്ഥ എത്ര പരിതാപകരമാണ്. 10,000-കണക്കിന് സ്വഹാബത്ത് നിലകൊണ്ടിട്ട് പോലും 2 ദിർഹം പോലും എടുക്കാനില്ലാത്ത സ്വഹാബത്താണ്. നഊദു ബില്ലാഹ്. കൂട്ടത്തിൽ ഒരു സ്വഹാബി കൈ ഉയർത്തിയിട്ട് പോലും അദ്ദേഹത്തിന്റെ കൈവശവും പണമില്ല. വല്ലാത്ത ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭമാണ്. പരിശുദ്ധ പ്രവാചകൻ ചോദിച്ചു, നീ കൊടുക്കുമോ പ്രിയപ്പെട്ടവരെ? ആ മനുഷ്യൻ പറഞ്ഞു, നബിയേ, നേരം വെളുത്താൽ ഞാൻ കൊടുക്കാം, ഉറപ്പായിട്ടും നൽകാം. എന്റെ വാപ്പയുടെ പേരിതാണ്, ഫുലാൻ ബിൻ ഫുലാനാണ് ഞാൻ, എന്റെ വാപ്പയുടെ പേരിതാണ്, അദ്ദേഹത്തിന്റെ മകനാണ് ഞാൻ, എന്റെ പേരിന്നതാണെന്ന് റസൂലുള്ളാഹിക്ക് വെളിപ്പെടുത്തി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പേരെവിടെ നിൽക്കട്ടെ, നീ കൊടുക്കുമോടാ? നാളെ നേരം വെളുത്താൽ ആ മനുഷ്യന്റെ പരിശുദ്ധമാക്കപ്പെട്ടതായ ജനാസ നിസ്കരിക്കാൻ വേണ്ടി പോയാണ്. അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് വെക്കുമ്പോൾ സന്തോഷം ലഭിക്കണമെങ്കിൽ ആ കടമൊന്ന് വീട്ടണം. നേരം വെളുത്താൽ ഉടനെ തന്നെ നീ കൊടുക്കുമോ? റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയേ, കൊടുക്കാം റസൂലേ. ആദരമായ പ്രവാചകൻ 2 ദിർഹമിന്റെ വിഷയത്തിൽ 3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് റസൂലുള്ളാഹി ഖിബിലക്ക് അഭിമുഖമായി നിലകൊള്ളുന്നു. ആ മയ്യത്തിന്റെ തലഭാഗത്തേക്ക് റസൂലുള്ളാഹി നീങ്ങി നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ടമാകുന്ന വചനം ഉച്ചരിച്ചുകൊണ്ട് റസൂലുള്ളാഹി മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമത്ത് നിർവഹിക്കുകയാണ്. 10,000-കണക്കിന് സ്വഹാബത്ത് കണ്ണീരോടുകൂടി ആ സ്വഹാബി വര്യനെ കൊണ്ടുവന്ന് ഖബറടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. രാത്രിയായി ലോകത്തിന്റെ നായകൻ ഉറക്കമില്ലാത്ത രാവാണ്. ഉറങ്ങാതെ ഉറക്കമടിക്കുകയാണ് റസൂലുള്ളാഹി. അനുയായിയുടെ വിഷയത്തിൽ ഓർത്തുകൊണ്ട് റസൂലുള്ളാഹി കാവലാതിയാണ്. കാരണം നേരം വെളുത്തിട്ട് ഈ മനുഷ്യൻ്റെതാകുന്ന സദഖ
കൊടുത്തു തീർത്തിട്ടില്ല എങ്കിൽ, കടബാധ്യത കൊടുത്തു തീർത്തിട്ടില്ല എങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം തനിക്ക് കൂടിയാണ്. നാളെ ആഖിറത്തിൽ ഹിസാബ് നേരിടേണ്ടി വരുമെന്ന് റസൂലുള്ള കൂടി ഭയക്കുകയാണ്. നേരം വെളുത്തു, അല്ലാഹുവിന്റെ റസൂൽ സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ വിളിക്കുകയാണ്, ഐന ഫുലാൻ ഇബ്നു ഫുലാൻ, ഐന ഫുലാൻ ഇബ്നു ഫുലാൻ. സ്വഹാബ ഇന്നാലിന്ന മനുഷ്യനെവിടെ കൊണ്ടുവരൂ അവരെ. സ്വഹാബത്തോടുകയാണ്, ആളെ കൊണ്ടുവന്നു. ഇന്നലെ നീയല്ലേ ജനാസയുടേതാകുന്ന കടം ഏറ്റെടുത്തത്? അതേ റസൂലേ, എന്തേ കൊടുത്തു വീട്ടിയോ? റസൂലുള്ളയോട് പറഞ്ഞു, നബിയേ ഇല്ല റസൂലേ, നേരം വെളുത്തതേയുള്ളൂ, ഞാൻ ജോലിക്കിറങ്ങുകയാണ്, എത്രയും വേഗം കൊടുക്കണേ എന്ന് പറയുകയാണ്. ഹബീബായ നബി തങ്ങളെ പറഞ്ഞതനുസരിച്ച് ആ മനുഷ്യനോടുകയാണ്, ജോലിക്കിറങ്ങുകയാണ്. ജോലിക്കിറങ്ങി ബഹുമാനപ്പെട്ടവർ അതാ വൈകുന്നേര സമയത്തിനുള്ളിൽ ആ 2 ദിർഹം കൊണ്ടുവന്ന് കൊടുത്ത അപ്പോൾ ആദരവായ പ്രവാചകൻ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ, കടമുള്ളവന്റെ വിഷയം വല്ലാത്ത അദാബാ, അവന് ഖബറിൽ വല്ലാത്ത ശിക്ഷയാണ്. സ്വഹാബാ, ഇന്നലത്തെ രാത്രിയിൽ ആ മനുഷ്യന് സ്വസ്ഥത കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരം വെളുക്കുമ്പോൾ തന്നെ നിർബന്ധം ചൊല്ലിത്തിയതെന്ന് ഹബീബായ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കണേ സഹോദരങ്ങളെ. ഇന്ന് ബിസിനസിന് വേണ്ടി ഇറങ്ങുന്ന ചെറുപ്പക്കാര് 10 ലക്ഷവും 15ഉം ഒക്കെ ഓരോരുത്തരും ഷെയർ ചെയ്തുകൊണ്ട് കച്ചവടം നടത്തുമ്പോൾ, അതിലുള്ളതാകുന്ന ഷെയർ ബിസിനസ് നടത്തുമ്പോൾ ആ ബിസിനസ് ഏത് രീതിയിലാകണം, എങ്ങനെയാകണം, അതിലുള്ളതാകുന്ന കൂട്ടുകച്ചവടത്തിലുള്ള നാശനഷ്ടങ്ങൾ കൂടി സഹിക്കാൻ കൂടി അവൻ തയ്യാറാവണം. എത്രയോ ആളുകൾ കടം വാങ്ങിയിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അവസാനം കടം വാങ്ങിച്ച വ്യക്തി, കൊടുത്തതാകുന്ന വ്യക്തി തിരിച്ചു ചോദിക്കുമ്പോൾ മുഖം കറുപ്പിക്കുന്ന സ്വഭാവമാണ്. ആ കടം വെച്ചുകൊണ്ട് മരിക്കാൻ ഒരു പ്രശ്നമല്ല. മാന്യതയുള്ള പല ആളുകളും കൊടുത്തതാകുന്ന പൈസ അല്പം കിട്ടിക്കഴിയുമ്പോൾ ബാക്കി ചോദിക്കാറുമില്ല. പക്ഷേ കൊടുക്കാതെ പൊരുത്തപ്പെടിക്കാതെ പൊന്നുമോനെ മരണപ്പെട്ടു പോയാൽ ആഖിബത്ത് മോശമാണ്, മോശമാണ്. വിശുദ്ധമായ റമളാനിന് മുമ്പ് കുമ്മന ഉസ്താദിന് നിങ്ങൾക്ക് നൽകാനുള്ള ഏക സന്ദേശം ഇതാണ്. സാമ്പത്തികമായിട്ടുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ, ക്രയവിക്രയങ്ങളുണ്ടോ, അതിൽ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കണേ. കാരണം നിസ്കാരം പടച്ച റബ്ബിന്റെ മുന്നിൽ പ്രശ്നമല്ല. അത് നീ നോമ്പ് നോക്കുന്നതിലൂടെ, അത് നീ പരിശുദ്ധമാക്കപ്പെട്ടതായ തറാവീ നിസ്കരിക്കുന്നതിലൂടെ നിന്റെ ജീവിതത്തിൽ വന്ന ചെറിയ ചെറിയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. പക്ഷേ വൻ പാപങ്ങൾ അല്ലാഹു പൊറുക്കില്ല. അത് സൃഷ്ടികളോടുള്ളതാണ് എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, അതേ സൃഷ്ടികളെ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിക്കാതെ നിനക്ക് ഖബറിൽ രക്ഷയില്ല, നിനക്ക് മഹ്ശറയിൽ സന്തോഷം കിട്ടൂല. ഇത് നിസ്സാരമായി കാണല്ലേ. എത്രയോ ചെറുപ്പക്കാരാണ് ഇത് നിസ്സാരമായി കാണുന്നത്. ഇന്ന് സമൂഹത്തിൽ അത്തരത്തിലുള്ള പ്രവണതകൾ കൂടി വരുകയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ, പടച്ചറപ്പിന്റെ മുന്നിൽ നസൂഹായ തൗബ നിനക്ക് വേണോ? സൃഷ്ടികളോടുള്ള സർവ്വ ബാധ്യതകളും പൂർത്തീകരിക്കണേ. നിർബന്ധമാണ്. മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട്, ജനാസ മുന്നിൽ വെച്ചുകൊണ്ട് റസൂലുള്ള ഇന്ന് വരെ ചോദിച്ചിട്ടില്ല, ഇവൻ നിസ്കരിച്ചവനാണോ എന്ന് ചോദിച്ചിട്ടില്ല, ഇവൻ നോമ്പ് പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല, ഇവൻ സകാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല, ഇവൻ ഹജ്ജ് ചെയ്തവനാണോ എന്ന് ചോദിച്ചിട്ടില്ല, ഇവൻ ഉംറ നിർവഹിച്ചവനാണോ എന്ന് ചോദിച്ചിട്ടില്ല, ഇവൻ പാവങ്ങളുടെ കണ്ണീരൊപ്പിയവനാണോ എന്ന് ചോദിച്ചിട്ടില്ല, ഇവൻ നിരാലംബര കവലംബമായവനാണോ എന്ന് ചോദിച്ചിട്ടില്ല, ഇവൻ നിരാശർക്ക് ആശ്രയത്വം കൊടുത്തവനാണോ എന്ന് റസൂലുള്ള ചോദിച്ചിട്ടില്ല, ഇവൻ പള്ളി പണിതവനാണോ എന്ന് ചോദിച്ചിട്ടില്ല, ഇവൻ പണത്തിന്റെ പടവളപ്പിൽ വിരാജിച്ചവനാണോ റസൂലുള്ളാഹിക്ക് അറിയേണ്ടതില്ല. ഒരൊറ്റ കാര്യം മാത്രമാണ് റസൂലുള്ള ചോദിക്കാറുള്ളത്, ഹൽ അലാ സാഹിബിക്കും ദൈനുൻ, നിങ്ങളുടെ ഈ കൂട്ടുകാരന് വല്ല കടമുണ്ടോ, സൃഷ്ടികളോട് വല്ല ബാധ്യതയുമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നിസ്കാരമുണ്ടോ ഇവന്? ഇവൻ ജീവിതത്തിൽ നിസ്കരിക്കുമായിരുന്നോ? ഇല്ല നബിയെ. എന്നാ ഞാൻ നിസ്കരിക്കുന്നില്ല ഇവൻ മേൽ എന്ന് നബി പറയാറില്ല. നബി അത് ചോദിക്കാറുമില്ല. അതൊക്കെ അല്ലാഹുവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഇതൊക്കെ അല്ലാഹുവുമായി ബന്ധപ്പെട്ടതാണ്.
അത് റബ്ബ് അവന് പൊറുക്കുകയോ പുറത്തു കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. അത് അള്ളാഹുവിനോട് അവൻ തൗബ ചോദിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കും. തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് മേലിനെ തെറ്റ് ചെയ്യൂല എന്ന് ദൃഢനിശ്ചയം ചെയ്ത് ഖേദിച്ചുകൊണ്ട് റബ്ബിലേക്ക് അവൻ തൗബ ചെയ്താൽ, 3 നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തൗബ ചെയ്താൽ അതൊക്കെ സ്വീകരിക്കും. പക്ഷേ സൃഷ്ടികളുമായിട്ടുള്ള ഇടപാട്, സാമ്പത്തികമാകുന്ന ഇടപാടാണോ, കടം വെച്ചിട്ടാണോ മരിക്കുന്നത്, വല്ലാഹി അല്ലാഹുവിനെ രക്ഷപ്പെടുത്തൂല. റസൂലുള്ളാഹി അതുകൊണ്ട് തന്നെ ചോദിക്കുന്നു, ഇവന് കടമുണ്ടോ? ഉണ്ട് നബിയെ. നബി നിസ്കരിക്കൂല. സല്ലു അലാ സാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ നിസ്കരിച്ചോ. ഫഇന്നി ലാ ഉസല്ലി അലൈ, ഞാൻ അവന്റെ മേൽ നിസ്കരിക്കുന്നില്ല. ഹബീബ് റസൂലുള്ളാഹി. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഗൗരവത്തിൽ വിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് സമാഗതമാകുകയാണ്. ഈ റമദാനിന് മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവമായി കാണേണ്ട വിഷയവും അത് തന്നെയാണ്. തൗബ ചെയ്യുക. ആ തൗബ ചെയ്യുമ്പോൾ ജനങ്ങളുമായിട്ടുള്ള ഇടപാട്, സാമ്പത്തികമാണോ അവരെ കണ്ട് പൊരുത്തപ്പെടിക്കണം. ചിലരുടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും, ആ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അവരോട് വിളിച്ചിട്ട് പറയണതേ റമദാനൊക്കെ വരികയാണ്, എനിക്ക് കുറച്ചുകൂടി ഒന്ന് സാവകാശം ഇൻഷാ അല്ലാഹ് ഞാൻ അത് തരാം. ഒരു ഡേറ്റ് നമ്മൾ പറഞ്ഞാൽ ആ ഡേറ്റിൽ കൊടുത്തിരിക്കണം. അതാണ് ഏറ്റവും നല്ലത്. പരമാവധി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടം വാങ്ങാതെ തന്നെ മുന്നോട്ട് പോകാം. കടം വാങ്ങിയിട്ടുള്ള ബിസിനസ്സും അതൊന്നും നമുക്ക് ഗുണം ചെയ്യൂല, വലിയ ദോഷത്തിലേക്ക് എത്തും. ലോൺ എടുത്തിട്ട് എത്ര ആളുകളാണ് കുടുക്കിൽപ്പെട്ടിരുന്നത്. ഇപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട് നിരന്തരമായി. എത്രയോ കുടുംബങ്ങൾ ലോൺ എടുത്തിട്ട് അവസാനം വീട് ജപ്തിയിലേക്ക് പോയിരിക്കുക. എത്ര ആളുകൾ വീട് വെക്കാൻ വേണ്ടി, മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ലോൺ എടുക്കുകയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പലിശയുമായി ബന്ധപ്പെട്ടാൽ പരിപൂർണമായി നശിക്കില്ലേ? യംഹഖുല്ലാഹു റിബ വയുർബിസ് സദഖാത്ത്. പലിശയുമായി ബന്ധപ്പെടുന്നവരെ പരിപൂർണമായി നശിപ്പിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അവൻ മുച്ചൂടും പരിപൂർണമായി ഇല്ലാതാകും. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അത്തരത്തിലുള്ള നീച പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കൽ, എന്നിട്ട് മാന്യമായ ജീവിതം നയിക്കൽ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഉറക്കെ പറയൻ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. റമദാൻ വരുകയാണ്. റമദാനിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി ആത്മീയ വേദി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സർവ്വവിധ പാപങ്ങളും വിട്ടുപുറത്ത് അഫ്വ് ചെയ്യണേ അല്ലാ. എന്തിനാണ് നോമ്പ് പിടിക്കുന്നത്? ഞാൻ നിർത്താൻ. നോമ്പ് പിടിക്കുന്നതിന്റെ മഹത്വം എന്താ? ഒന്ന്, ആരോഗ്യമുണ്ടാകും. സയ്യിദുനാ റസൂലുള്ളാഹി. നോമ്പ് പിടിച്ചാൽ എന്തുണ്ടാകും? ആരോഗ്യം ഉണ്ടാകും. ഹദീസാണ്, നബിതങ്ങൾ പറഞ്ഞതാണ്. അതാണ് ഇപ്പൊ ഇന്ന് ശാസ്ത്രം നബിതങ്ങൾ പറഞ്ഞ ആ അറബിയെ നേരെ മലയാളത്തിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് അവര് പറയാ ഞങ്ങൾ പറഞ്ഞത്. നോമ്പ് പിടിച്ചോ? ആരാ പറഞ്ഞത്? 1400 വർഷം മുമ്പ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സാഫിറൂ തുർസഖൂ സാഫിറൂ തുർസഖൂ സുമൂ തസിഹൂ വഗസൂ തഗ്നമൂ. 3 കാര്യങ്ങൾ. നിങ്ങൾ യാത്ര ചെയ്യണേ, യാത്ര ചെയ്യണേ, നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. യാത്ര ചെയ്യണം, എങ്കിലേ റിസ്ക് വിശാലമാവൂ. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, നമുക്കുള്ള വീട്, വാഹനം, എല്ലാ കാര്യങ്ങളും ഒക്കുന്നതിനാണ് വിഭവങ്ങൾ അധികരിക്കുക. വിഭവങ്ങളാണ് അതിന്റെ ഒറ്റ വാക്കിൽ അർത്ഥം പറഞ്ഞത്. എന്തൊക്കെ മനുഷ്യന് വേണമോ ജീവിതത്തിൽ ആ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടുന്നതിനാണ് റിസ്ക് എന്ന് പറയാം. അത് മുഴുവനും ലഭിക്കണമെങ്കിൽ വീട്ടിലിരുന്നാൽ പോരാ, യാത്ര പോകണം. നിങ്ങൾ കച്ചവടത്തിന് പോകും, ബിസിനസ് ചെയ്യാൻ, നിങ്ങൾ പെരിയാരം മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് പോയി നല്ല ഹോട്ടലിൽ നല്ല നല്ല കാര്യങ്ങൾ, ഗൾഫിലേക്ക് പോയിക്കോളി, നല്ല നല്ലതാകുന്ന കാര്യങ്ങൾ ചെയ്തോളൂ. സാഫിറു തുർസഖു, നിങ്ങൾ യാത്ര ചെയ്യാൻ, നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടും. സയ്യിദുനാ റസൂലുള്ളാഹി. യാത്ര പോണം, അപ്പോഴെന്തുണ്ടാവുള്ളൂ? ഹലാലായ ഭക്ഷണം, കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, വീട്, കുടുംബമൊക്കെ. റസൂലുള്ളാഹിയുടെ വാക്കാണ്. റസൂൽ എന്നിട്ട് പറഞ്ഞു, സൂമു തസിഹു, നിങ്ങൾ നോമ്പനുഷ്ഠിക്കണേ, ആരോഗ്യമുള്ളവരാകും. സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ അനുഷ്ഠിച്ചു നോക്കുക. ആഴ്ചയിൽ തിങ്കളും വ്യാഴം, അതുകൊണ്ടാണ് സുന്നത്ത് നോമ്പാക്കിയിരിക്കുന്നത്. ഇനി അത് സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും പിടിക്കാൻ, ഒരു ദിവസമെങ്കിലും. ഇനി അതും വിട്ടു, അതും പറ്റുന്നില്ല, മാസത്തിൽ 13, 14, 15 അയ്യാമുൽ ബീദ് നോമ്പനുഷ്ഠിക്കൽ.
അറബി മാസം 13, 14, 15 എല്ലാ മാസവും സുന്നത്ത് നോമ്പുള്ളതാണ്. എല്ലാ മാസവും അറബി മാസം അയ്യാമു സൂദുണ്ട്. മറ്റേത് വെളുത്ത വാവുകൾ 13, 14, 15. ഇനിയുള്ളത് കറുത്ത ദിവസം. ഏതൊക്കെയാണത്? 27, 28, 29 അറബി മാസം. എല്ലാ അറബി മാസത്തിലും നോമ്പ് സുന്നത്തുള്ളതാണ്. 27, 28, 29 കഴിയുമെങ്കിൽ അതൊക്കെ അനുഷ്ഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിന്? മാസത്തിൽ അങ്ങനെ 3 നോമ്പ് നീ പിടിക്കുക. ആ 3 നോമ്പ് പിടിക്കുന്നതിലൂടെ നിനക്ക് ആരോഗ്യമുണ്ടാവട്ടെ. ആ കൊളസ്ട്രോളൊക്കെ ഒന്ന് പോയി റാഹത്താകട്ടെ. ചില ആളുകൾ അങ്ങനെ പിടിക്കുന്നവരുണ്ട്. നോമ്പ് പിടിക്കുന്നതിന്റെ നിയ്യത്ത് തന്നെ എന്താണ്? ഒന്ന് ഫിറ്റ് ആകുക എന്നുള്ള ഉദ്ദേശമാണ്. ആ വയറിന്റെ അവിടെയുള്ള കൊഴുപ്പൊക്കെ ഒന്ന് പോയി, കൊളസ്ട്രോളൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ല റാഹയാകട്ടെ എന്ന രീതിയിൽ പിടിക്കുന്ന സഹോദരങ്ങളുണ്ട്, സഹോദരിമാരും. നിയ്യത്ത് പോലെ ഇരിക്കും കൂലി കിട്ടുന്നത്. അങ്ങനെയാണ്. നിയത്ത് നല്ലതെങ്കിലും ദും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. ബഹുമാനപ്പെട്ട ഷേഖുന മർഹൂം തഴവ ഉസ്താദ്, എന്റെ വല്യുപ്പ, അവരുടെ ബൈത്താണ്. നിയത്ത് നല്ലതെങ്കിലും ദും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. എന്താണോ നമ്മുടെ നിയ്യത്ത് അതിനനുസരിച്ച് കൂലി ലഭിക്കും, ഉറപ്പാണ്. എന്താ നിന്റെ നിയ്യത്ത്? തടി കുറയ്ക്കാനാണോ? എന്നാൽ ആ നിയ്യത്തുണ്ടാവും. അതിനോടൊപ്പം തന്നെ എന്തുകൂടി വെക്കുക? നിയ്യത്ത് അതുണ്ടാവിക്കോട്ടെ. അതൊരു സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ഗുണമാണത്. നോമ്പ് പിടിച്ചാൽ കിട്ടുന്നതാകുന്ന ഒരു ഗുണമാണെന്ത്? നമ്മൾ ആരോഗ്യവാനാകുന്നു എന്ന് പറയുന്നു. അത് ചിലപ്പോൾ തടി കുറച്ചിട്ടാകാം, ശരീരത്തിൽ കൊഴുപ്പുകൾ കുറഞ്ഞിട്ടാവാം, ഏത് രീതിക്കും ആയിക്കോട്ടെ. റസൂലുള്ളാഹിയുടെ വാക്കാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ നിയ്യത്ത് വെക്കുക. നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പ് പിടിച്ചാൽ എല്ലാ ചെറുപാപങ്ങളും പുറത്തു തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ അങ്ങനെ നിയ്യത്ത് വെച്ചിട്ട് ഇന്ന് വരെ പിടിച്ചിട്ടുണ്ടോ? നല്ല ഈമാൻ വെച്ചുകൊണ്ട്, വിശ്വാസം വെച്ച്, അള്ളാഹു എനിക്ക് ഈ നോമ്പിലൂടെ കൂലി തരണേ എന്നുള്ള പ്രതീക്ഷ വെച്ച് നമ്മൾ നോമ്പ് പിടിക്കണം. സാധാരണ രീതിയിൽ ഇന്നത്തെ നോമ്പുകളൊക്കെ എങ്ങനെയായി പോകുന്നു? ഒരു അപഹാസ്യമായി പോവാൻ, ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നുള്ളത് മാത്രമേ ആയിട്ടാണ് ഇന്നത്തെ നോമ്പ് പോകുന്നത്. അങ്ങനെ ആകാൻ പാടില്ല. എല്ലാവരും എന്താ ചെയ്യുക? മൊബൈൽ ഫോണിലൂടെ കണ്ടു തീർക്കാനുള്ള സിനിമ എല്ലാം കണ്ടു തീർക്കാൻ ഫുള്ളിരുന്ന് കാണുക. റമദാനിൽ നല്ല റാഹത്താണ്. കഴിഞ്ഞ കൊറോണയുടെ ഘട്ടത്തിൽ ഫുള്ള് ഇത് തന്നെ. ഫുള്ള് നല്ല പാട്ടൊക്കെ കേൾക്കാണ്, സിനിമാ പാട്ടൊക്കെ കേട്ട് നല്ല റാഹത്ത്. ഇതുവരെ കാണാത്തതാണ്. കോമഡിയൊക്കെ ഇരുന്ന് കാണുക, ഫുള്ള് കാണുക. നോമ്പുണ്ടാവുമോ? നോമ്പില്ല. നോമ്പില്ല എന്ന് പറയാൻ നോമ്പിന്റെ കൂലിയേ ഇല്ല. അങ്ങനെ നോമ്പ് പിടിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ സുംത ഫസും ബി ബസരിക വബി ഉദനൈക വബി ലിസാനിക ശഫീഉന റസൂലുള്ളാഹി. നീ നോമ്പ് പിടിക്കുകയാണെങ്കിൽ നിന്റെ കണ്ണും നിന്റെ 2 ചെവി കൊണ്ടും നിന്റെ നാവ് കൊണ്ടും നോമ്പ് പിടിക്കണേ സയ്യിദുനാ റസൂലുള്ളാഹി. നോമ്പ് പിടിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം നോമ്പിൽ കൊണ്ടൊന്ന് ബന്ധപ്പെടുത്താം. നാവ് കൊണ്ട് ഫനാ പറഞ്ഞിരിക്കുകയാണ്. ചില ആളുകൾ പള്ളിയിൽ വന്നാല് റമളാനായി നിസ്കരിക്കാൻ ഭയങ്കരമായിട്ട് പള്ളിയിലുണ്ട്, പക്ഷെ ഓരോ വക്കത്ത് കഴിയുമ്പോഴേക്കും വാതിക്കൽ അറിഞ്ഞിട്ട് വർത്താനാണ്, ഫനാ പറഞ്ഞുകൊണ്ടിരിക്കുക. മൊത്തം വർത്താനം. തസ്ബീഹ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് മറിയുന്നുണ്ട്. അല്ലാഹ് ഓരോ തെറി പറയുമ്പോഴും 2 തസ്ബീയുടെ മണി ഇങ്ങോട്ട് മറിക്കും, എന്നിട്ട് വർത്താനാണ്. ഇന്നലത്തെ ചായ ശരിയായില്ല, എന്നാ ഇന്നിപ്പോ എങ്ങനെയാണോ, ഇന്ന് പയറെങ്ങനെയാണോ, കഞ്ഞി എങ്ങനെയാണോ, ഇതാ പരിപാടി. ഫുള്ള് ഫനാ ബസ. മുസ്ലിയാര് രാവിലെ പോകുന്നുണ്ടത്, എവിടെയോ പോകുന്നുണ്ട്, ഇപ്പൊ ഇതുവരെ വന്നിട്ടില്ല. ദുഹറിനില്ലായിരുന്നു കേട്ടോ, ശമ്പളം കുറച്ചു കൊടുത്താൽ മതി. ഇതൊക്കെയാ ചർച്ച. കാര്യമായിട്ട് പള്ളിയുടെ വാതിക്കെ ഇരുന്ന് ചർച്ച ചെയ്യാം. ഇങ്ങനെ ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ ശരിയല്ലേ? നോമ്പ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തുആമഹു വശറാബ. അനാവശ്യമാകുന്ന വർത്തമാനങ്ങളും അധര വ്യായാമങ്ങളും ഒക്കെ നടത്തുന്ന ആളുകൾ അവർ വെറുതെ നോമ്പ് പിടിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രതിഫലവുമില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോമ്പ് കുടിക്കുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം ആരോഗ്യം നേടലാണ്. 2 പാപം പുറത്തു കിട്ടലാണ്. പാപം പൊറുക്കും. അതാ നേരത്തെ ഓതിയ ഹദീസ്. ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ അവൻ അള്ളാഹു പാപങ്ങൾ, എല്ലാ ചെറുപാപങ്ങളും പുറത്തു തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല മൂന്നാമത്തത് ദേഹേച്ഛകളെ തടയലാണ്. നമുക്ക് ഒരുപാട് ഇച്ഛകളുണ്ട്, ആ ഇച്ഛകളെ തടയും. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, നിക്കാഹ് കഴിക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞത് മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്, നിങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കാനുള്ളതാകുന്ന സൗകര്യങ്ങൾ ഉള്ളവൻ അവൻ വിവാഹം കഴിക്കട്ടെ. അഥവാ മഹർ മൂല്യങ്ങൾ എത്തിച്ചവൻ, ഒരു പെണ്ണിനെ വൃത്തിയായി പോറ്റാൻ കഴിയുന്ന വ്യക്തി അവൻ വിവാഹം കഴിക്കട്ടെ എന്നാണ്. മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്. അൽ ബാഅത എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരുക്കുമുതലുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയവൻ. കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ കോട്ടും സൂട്ടും വാങ്ങാനുള്ള കാശ് മാത്രമല്ല. ഇന്നത്തെ തലമുറ അങ്ങനെയാണ്. അത് തന്നെ ഏതെങ്കിലും കൂട്ടുകാരെ ഇന്ന് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് അതിട്ടിട്ട് കല്യാണം നടത്തും. നേരം വെളുക്കുന്ന മുതൽ വീട്ടുകാർ പട്ടിണിയാണ്. ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥയാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഭയങ്കര കല്യാണമൊക്കെ നടത്തി വലിയ സംഭവമായിട്ട് 3 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം ഒക്കെ അടിച്ച് പൊളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് നാട്ടുകാരെയൊക്കെ മുളിച്ച് ദൂരത്തടിച്ച് ഇസ്ലാമിന് വിരുദ്ധമായിട്ടൊക്കെ കല്യാണം നടത്തി JCB കൊണ്ടുവന്ന് വീടിന്റെ ഉമ്മറത്തോട്ട് കൊണ്ടുവന്ന് തട്ടി. ആയിക്കോട്ടെ, നേരം വെളുത്ത് രാവിലെ നോക്കുമ്പോൾ ജോലിയില്ല കൂലിയില്ല, അങ്ങനത്തെ ഒരുത്തനെയാണ് കെട്ടിയേക്കുന്നത്. ഇന്നത്തെ തലമുറ നടക്കുന്നതാണ്. രാവിലെ മുതൽ വാതിക്കരിപ്പുണ്ട്, പണിയല്ലോ ഉണ്ടോ? ഒരു പണിയില്ല. വല്ലയിടത്തും വിരുന്ന് പോകാനുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് 2 ജോഡി ഡ്രസ്സും കൂടെ തയ്ച്ചിരിപ്പുണ്ട്, ഇട്ടുകൊണ്ട് വരാനും കഴിക്കാൻ. അതാണ് മുഖ്യം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കാര്യമായിട്ട് സൽക്കാരത്തിന് പോയി നല്ലപോലെ കഴിക്കുന്നുണ്ട്, അവസാനം കുംഭം ചാടിയിട്ടുണ്ട്, വയറൊക്കെ ചാടി റാഹത്തായിട്ട് നിപ്പുണ്ട്. ജോലി വല്ലതും ഉണ്ടോ? ജോലിയും കൂലിയൊന്നും ഇല്ല. ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥയാണ്. എന്നാ വിവാഹം കഴിക്കാൻ ആരോടാ പറഞ്ഞിരിക്കുന്നത്? ഇത് ആദ്യം പഠിക്കേണ്ടതാണ്. മനിസ്തതാഅ മിൻകുമുൽ ബാഅത, ഒരു പെണ്ണിനെ വൃത്തിയായി കൊണ്ടുപോകാൻ കഴിയുന്നവൻ വേണം. ഫൽയതസവ്വജ്, അവനാണ് വിവാഹം കഴിക്കട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി. അധ്വാനിക്കണം പിള്ളേര്. കുട്ടികൾ ഇവിടെ വീട്ടിൽ തന്നെ വാപ്പ കൊടുക്കുന്ന ഫുഡും കഴിച്ച് റാഹത്തായിട്ട് നല്ല 65ഉം കഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ബർഗറും വാങ്ങിച്ച് കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ജോലിക്കും പോകില്ല. 25 വയസ്സാകുമ്പോൾ അവനെ കെട്ടിച്ചും കൊടുക്കണം. വാപ്പ തന്നെ മഹറും ഒക്കെ വാപ്പയെ വാങ്ങിച്ചു കൊടുക്കണം. ആ പരിപാടി വേണ്ട. ഭർത്താവ് അവൻ പോണം. അവൻ പോയി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പൈസ എടുത്തോണ്ട് അതിൽ നിന്നാണ് മഹർ കൊടുക്കേണ്ടത്. അപ്പോഴതിന് മൂല്യം ഉണ്ടാവും. മറ്റേത് വാപ്പ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ പൈസ എടുത്ത് ഇവനങ്ങോട്ട് വാതിക്കലോ ഫ്രണ്ടിൽ വെച്ചിട്ട് എന്നാ ഒരു വളയുണ്ട് 2 മാലയുണ്ട് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നടത്തിയ നിക്കാഹ് ശരിയാകൂല എന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ചെന്താണ്, ചെലവിന് കൊടുക്കാനുള്ള ഒരു ശേഷി നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉണ്ടാവണം. അത് നിർബന്ധമായും ഉണ്ടാക്കണം. അത് ഇന്നത്തെ തലമുറയിൽ പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് കേസ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും കേട്ടുകൊണ്ടിരിക്കുന്ന വിഷമം അതാണ്. കല്യാണം കഴിഞ്ഞ് പിന്നീട് ഇവന് ജോലിയില്ല, ജോലിയുള്ളവനാണ്, ഗൾഫുകാരനാന്നൊക്കെ പറഞ്ഞാണ് കിട്ടിയത്. പിന്നെ അള്ളാഹ് തോൻ പറയുന്നത് അങ്ങോട്ട് ഇപ്പൊ ഫ്ലൈറ്റ് ഇല്ലെന്നാ പറയുന്നത്. 5 കൊല്ലം കഴിഞ്ഞാലും പറയും ഇപ്പൊ ആ രാജ്യത്തോട്ട് ഫ്ലൈറ്റ് പോകുന്നില്ല. കാരണം ഇവന് ജോലി ഉണ്ടായിട്ട് വേണ്ടേ ഫ്ലൈറ്റ് ഉണ്ടായി. ഇതാണ് അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതവിടെ നിൽക്കട്ടെ. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഇങ്ങനെ വിഷമം ഉണ്ടാവും. ഉണ്ടായിക്കോട്ടെ, എനിക്കതൊക്കെ വലിയ ഇഷ്ടമാണ്. അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. കാരണം ഇത് കാര്യം നടക്കുന്നതല്ലേ പറയുന്നത്, സമൂഹത്തിൽ നടക്കുന്നതാണ്. ഇത് ഞാനിത് പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അപ്പുറത്തിരിക്കുന്നവർ ചിലർക്ക് ഇത് വെക്കുമ്പോൾ ഭയങ്കര സന്തോഷം. സാധാ പറഞ്ഞ കറക്റ്റാണ്. ഇത്രയും നേരം പറഞ്ഞത് ശരിയല്ലായിരുന്നു, ഇപ്പൊ പറഞ്ഞത് ഓക്കെയാണ് എന്ന് അപ്പുറത്ത് സന്തോഷിക്കുന്ന വേറൊരു ഭാഗമുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്, നിങ്ങൾ ചെലവ് കൊടുക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്നില്ല എന്നോ ഒന്നുമല്ല. കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കണം വിവാഹം ചെയ്യേണ്ടത്. സയ്യിദുനാ റസൂലുള്ളാഹി. ഒരാൾക്ക് കൊറോണ വന്നു, ജോലി നഷ്ടമായി, അയാളുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി, അങ്ങനെ ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല. അവൻ വേറെ ജോലി നോക്കണം. അല്ലാതെ ഗൾഫിലോട്ടുള്ള ഫ്ലൈറ്റ് വരട്ടെ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കണ്ട. നാട്ടിൽ വേറെ പണിക്ക് ആരോഗ്യമുണ്ടല്ലോ, അടുത്ത പണിക്ക് പോകും. ഇവിടെ നീ എന്ത് പണിക്കും ഇവിടെ നിനക്ക് പോകാം, പക്ഷെ പോകൂല. അവിടെ പോയി എന്ത് പണിയും ചെയ്യുന്നവനാണ്. ഇവിടെ നാട്ടിൽ അവൻ ഭയങ്കര സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് നിലകൊള്ളാൻ. അങ്ങനെ ആകാൻ പാടില്ല. കുടുംബത്തെ പട്ടിണിക്കിടുന്നവൻ ലോകത്തെ ഏറ്റവും വലിയ കുറ്റക്കാരനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അതിലേക്കൊന്നും വിശദീകരിക്കുന്നില്ല, ഞാൻ ഓടിച്ച് പറഞ്ഞു പോവാൻ. അപ്പൊ അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, ഫമല്ലം യസ്തതിഅ, വിവാഹത്തിന് ചെലവ് കൊടുക്കാൻ കഴിവില്ല എങ്കിൽ, ഭാര്യയെ പോറ്റാൻ ശേഷിയില്ലാത്തവൻ, ഫഅലൈഹി ബിസ്സൗം, അവൻ എന്ത് ചെയ്യട്ടെ? നോമ്പ് പിടിച്ച് അവന്റെ വിചാരങ്ങൾ ഉടയ്ക്കട്ടെ. ഹബീബ് റസൂലുള്ളാഹി. അതിനാണ് ഞാനിത് പറഞ്ഞുകൊണ്ടുവന്നത്, അല്ലാതെ വിവാഹത്തിന് വിഷയം പറഞ്ഞതല്ല. കഴിവില്ലാത്തവൻ, ഭാര്യയെ പോറ്റാൻ അല്ലെങ്കിൽ മക്കളെ പോറ്റി വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിവില്ലാത്തവൻ, അവൻ എന്ത് ചെയ്യട്ടെ? നോമ്പ് പിടിക്കട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് ഭയങ്കര വാക്കാണ് പറഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ,
ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ, ലൈംഗികമാകുന്ന വീഴ്ചയാകട്ടെ, ഏത് വിഷയത്തിലാകട്ടെ ഒക്കെ നിയന്ത്രിക്കാൻ എന്ത് കാരണമാകും? നോമ്പ് കൊണ്ട് കിട്ടുമെന്ന്, തൗഫീക്ക് കിട്ടുമെന്ന് ഈ ഒരൊറ്റ വാക്കിലൂടെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അതുകൊണ്ട് റമദാനിലെ നോമ്പ് നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം കിട്ടും. റമദാനിലെ നോമ്പ് പിടിക്കുമ്പോൾ നമുക്ക് പാപങ്ങളെല്ലാം പുറത്തു കിട്ടണം. റമദാനിലെ നോമ്പ് പിടിക്കുമ്പോൾ ഈ പറഞ്ഞ രീതിക്ക് നമ്മുടെ ശരീരത്തെ മെരുക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ആവശ്യമാകുന്ന ഒരു ഇച്ഛകളോടും നമ്മുടെ ഹൃദയം പോകാൻ പാടില്ല. അന്യ പെണ്ണിനെ കാണുമ്പോൾ ഉള്ളതാകുന്ന തുള്ളക്കം അത് നിൽക്കണം. നിന്റെ മനസ്സ് അതിലേക്കൊന്നും തുടിക്കുന്നില്ല. നീ പരിപൂർണമായി നാഥനായ റബ്ബിലേക്ക് പരിപൂർണമായി മടങ്ങുന്ന അവസ്ഥ സംജാതമാക്കണം. എങ്കിലേ റമദാൻ നിനക്ക് ഉപകരിക്കുകയുള്ളൂ എന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.